കിലോമീറ്ററുകളോളം നീണ്ട പ്രദേശത്തെ മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും വെന്തുരുകി മരിച്ചു. ചൂടേറ്റ തലയോട്ടികൾ പൊട്ടിച്ചിതറി, മാംസം ഉരുകി എല്ലിനോട് ചേർന്നു. അതിഭീകരവും ഭയാനകവുമായിരുന്നു ആ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചപ്പോൾ ഉണ്ടായ കാഴ്ചകൾ. കിലോമീറ്ററുകളോളം നീണ്ട പ്രദേശത്തെ മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും ഒറ്റയടിക്ക് വെന്തുരുകി മരിക്കുകയുണ്ടായി. രക്തം നിമിഷനേരം കൊണ്ട് തന്നെ ആവിയായി മാറി. ചൂടേറ്റ് തലയോട്ടികൾ പൊട്ടിച്ചിതറി, പലരുടെയും മാംസം ഉരുകി എല്ലിനോട് ചേർന്നു. അങ്ങനെ കുപ്രസിദ്ധമായിരുന്നു ഇറ്റലിയിൽ AD 79 സംഭവിച്ച വെസൂവിയസ് അഗ്നിപർവ്വത സ്ഫോടനം. അതിന്റെ ഫലമായി പോംപെയ് നഗരത്തിന് മുകളിൽ ഏകദേശം 13 തുടങ്ങി 20 അടി ഉയരത്തിലാണ് അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ചാരം നിറഞ്ഞത്. സമീപത്തെ ഹെർക്കുലേനിയം നഗരത്തിലുള്ളവരിൽ ഭൂരിപക്ഷം പേർക്കും ഓടി രക്ഷപ്പെടാനായെങ്കിലും ഹതഭാഗ്യരായ ചിലർ അവിടെയും ഉണ്ടായിരുന്നു. പോംപെയിലുള്ളവർ ധൂളികളായി മാറിയപ്പോൾ അഗ്നിപർവ്വതത്തിൽ നിന്ന് വീശിയടിച്ച ചൂടുകാറ്റ് ഹെർക്കുലിയനത്തിലെ മനുഷ്യരെ ചുട്ടെടുക്കുകയായിരുന്നു. അഗ്നിപർവ്വതത്തിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ വരെയുള്ള ഭാഗം വരെ വെന്ത് വെണ്ണീറായിരുന്നു. വെസൂവിയസിന്റെ തീനാളങ്ങൾ തുടച്ചു നീക്കിയ 2 നഗരങ്ങളുടെയും അവശിഷ്ടങ്ങളിൽ 1960 മുതൽ ഗവേഷകർ നിരീക്ഷണം നടത്തി വരികയാണ്. ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത തരം 2 കാര്യങ്ങളുടെ വിവരങ്ങളാണ് ഇപ്പോൾ ഈ അഗ്നിപർവ്വത സ്ഫോടനത്തെ വീണ്ടും വാർത്തകളിലേക്ക് എത്തിക്കുന്നത്. പോംപെയിലെ മൃതദേഹങ്ങൾ പരിശോധിക്കുന്നതിനിടെ ഒരാളുടെ തലയിൽ കണ്ടെത്തിയ തിളക്കമാണ് ചില്ലു തലച്ചോറിലേക്ക് വെളിച്ചം വീശിയത്. കറുത്തു തിളങ്ങിയ ഈ വസ്തു ചിതറിയ നിലയിലായിരുന്നു. ഏകദേശം 25 വയസ്സ് തോന്നിക്കുന്ന ഇയാൾ ലാവ ഒലിച്ചെത്ത് മുൻപ് തന്നെ ഉറക്കത്തിൽ മരിച്ചുപോയെന്നാണ് നിഗമനം. ഇതേയാളുടെ ശരീരകലകളും കൊഴുപ്പും ഉരുകിയാണ് നെഞ്ചിൽ സ്പോഞ്ച് പോലുള്ള വസ്തു രൂപപ്പെട്ടത്. ഇത്രയും കാലം കരുതിയിരുന്നത് വെസൂവിയസിൽ നിന്നുള്ള ചൂട് നാളുകളോളം പോംപെയിൽ തുടർന്നിരുന്നുവെന്നാണ്. എന്നാൽ അങ്ങനെയല്ല, മറിച്ച് കൊടുംചൂടിന് പിന്നാലെ വളരെ പെട്ടെന്ന് താപനില താഴ്ന്നതായിരുന്നു പുതിയ കണ്ടെത്തൽ. അതിനാലാണ് മസ്തിഷ്കമുരുകി ചില്ലുപോലായതും നെഞ്ചിനകത്ത് സ്പോഞ്ചിന് സമാനമായ വസ്തു രൂപപ്പെട്ടതും. ഏകദേശം 968 ഡിഗ്രി ഫാരൻഹീറ്റ് ചൂടെങ്കിലും ഈ സമയത്ത് പോംപെയിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാകണം. നഗരത്തിലെ മരങ്ങളും മറ്റും പരിശോധിച്ചാണ് ഈ നിഗമനത്തിൽ എത്തിയത് തന്നെ. എന്നാൽ ഹെർക്കുലിയനത്തിലുള്ളവർ ദൂരെ നിന്ന് തന്നെ വെസൂവിയസിലെ സ്ഫോടനം കണ്ടിരുന്നു. ഭൂരിപക്ഷം പേരും രക്ഷാസ്ഥാനത്തേക്ക് നീങ്ങുകയും ചെയ്തു. എന്നാൽ കടൽ തീരത്തുണ്ടായിരുന്ന ഏകദേശം 340 പേർ ബോട്ട് ഹൗസ് എന്ന് വിളിക്കുന്ന പ്രത്യേക ഭൂഗർഭപാറയിൽ അഭയം തേടി. ഇവരെല്ലാം ചൂടുകാറ്റേറ്റ് പെട്ടെന്ന് ആവിയായതാണെന്നായിരുന്നു ഇതുവരെ കരുതിയിരുന്നത്. എന്നാൽ പൈറോക്ലാസ്റ്റിക് ഹിലോസ് എന്നറിയപ്പെടുന്ന ചൂടുകാറ്റാണ് ഇവിടെയുള്ളവരെ കൊലപ്പെടുത്തിയതെന്നാണ് പുതിയ നിഗമനം. അഗ്നിപർവ്വത സ്ഫോടനത്തിന് ഫലമായി രൂപപ്പെടുന്ന വാതകങ്ങളും പാറക്കൂട്ടവും ചാരവും ഉൾപ്പെടെയുള്ള വസ്തുക്കളും അതിവേഗത്തിൽ പാഞ്ഞെത്തുന്ന പ്രതിഭാസമാണിത്. അതായത് മണിക്കൂറിൽ ഏകദേശം 100 കിലോമീറ്റർ വേഗതയിൽ ചൂടുകാറ്റിന്റെ വേഗത 700 കിലോമീറ്റർ വരെ എത്താനും സാധ്യത ഏറെയാണ്. ഹെർക്കുലിയനത്തിൽ വീശിയ കാറ്റിന് മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയുണ്ടെന്നാണ് കരുതി വരുന്നത്. കല്ലുകൊണ്ട് നിർമ്മിച്ച അറയ്ക്കുള്ളിലായതിനാൽ ചുറ്റുമുള്ള ഭാഗം ചൂടുപിടിച്ച് അതിനകത്തെ മനുഷ്യർ ചുടെടുത്ത അവസ്ഥയിലായിരുന്നുവെന്നാണ് ഗവേഷകർ കണ്ടെത്തിയത് തന്നെ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.